പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യുന്നു 10ാം ക്ലാസ്സുകാരുടെ മാത്സ് 5th ലെസൺ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠത്തിലെ 2019 SSLC പരീക്ഷയ്ക്കും SSLC മോഡൽ പരീക്ഷയ്ക്കും ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ഈ പാഠത്തിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 4 ഭാഗങ്ങളായി ആകെ 12 ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ ഭാഗമാണിത്. ഓൾറെഡി 2 പാർട്ടുകൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ എല്ലാ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർക്ക് നോക്കാം. ഈ പാഠത്തിൽ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലെ കണക്കുകൾ പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞു. അത് 12 ഭാഗങ്ങളായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർക്ക് നോക്കാം. അതുകൂടാതെ ആദ്യ 4 പാഠങ്ങൾ പൂർണ്ണമായി പഠിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർക്കും ആദ്യം മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ലിങ്കുകൾ സന്ദർശിച്ച് പഠിക്കാവുന്നതാണ്. ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് 2019 മോഡൽ പരീക്ഷയ്ക്കും 2019 SSLC പരീക്ഷയ്ക്കും ചോദിച്ച 3 ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക, നന്നായി മനസ്സിലാക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. ഇത് 2019 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ത്രികോണം PQR കോൺ Q 90 ഡിഗ്രി, കോൺ R x ഡിഗ്രി, PQ, QR, PR എന്നീ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം A, B, C ആണ്. A താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് tan x ഡിഗ്രിക്ക് തുല്യമായത്? ബ്രാക്കറ്റിൽ 4 വിലകളുണ്ട്. A/C, B/A, A/B, B/C. B അതുപോലെ sin x ഡിഗ്രി, cos x ഡിഗ്രി എന്നിവ കാണുക. C sin x ഡിഗ്രി ബൈ cos x ഡിഗ്രി സമം tan x ഡിഗ്രി എന്ന് തെളിയിക്കുക. ഓക്കെ, ഇതാണ് ചോദ്യം. ചോദ്യം എഴുതാൻ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. In triangle PQR, angle Q is equal to 90 degree, angle R is equal to x degree. Lengths of the sides PQ, QR and PR are A, B, C respectively. A. Which among the following is tan x degree? A/C, B/A, A/B, B/C. B. Similarly, write sin x degree and cos x degree from this triangle. C. Prove that sin x degree by cos x degree is equal to tan x degree. Okay, ചോദ്യം എഴുതാൻ നമുക്ക് ചെയ്യാം. ഇതാണ് ചോദ്യത്തിലെ ചിത്രം. ഓക്കെ, ത്രികോണം PQR കണ്ടോ? ത്രികോണം PQRലെ 3 വശങ്ങൾ അവർ തന്നിട്ടുണ്ട് ലെറ്റേഴ്സ് വെച്ച് തന്നെ. PQ എന്ന് പറഞ്ഞാൽ A ആണ്, QR എന്ന് പറഞ്ഞാൽ B ആണ്, PR എന്ന് പറഞ്ഞാൽ C ആണ്. പിന്നെ കോൺ R ന്റെ അളവും തന്നിട്ടുണ്ട്, x ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് A എന്താണ് ചോദിച്ചിരിക്കുന്നത്? A ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബ്രാക്കറ്റിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെടുക്കാനാണ്. അതിൽ tan x ഡിഗ്രി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ബ്രാക്കറ്റിൽ. ഓക്കെ, എന്താണ് tan x ഡിഗ്രി? നോക്കൂ, tan x ഡിഗ്രി എന്ന് പറയുമ്പോൾ tan എന്ന് പറയുന്നത് എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, എന്ന് പറയുന്നത് എതിർവശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഇത് നമ്മൾ പാർട്ട് 3 പഠിപ്പിച്ചിരുന്നു ഫുൾ ചാപ്റ്റർ സീരീസിന്റെ. ഓക്കെ, അപ്പൊ ഇതില് ടാൻ x ഡിഗ്രി എന്ന് പറയുമ്പോൾ ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? A ആണ്. ഉണ്ടാവും. അഡ്ജസന്റ് സൈഡ് ആരാണ്? B ആണ്. ഈ C എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ്. അത് വരില്ല, അതൊഴിച്ച് ബാക്കി രണ്ടും വരും കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ചെക്ക് ചെയ്യാണ് ഈ ചോദ്യത്തിലൂടെ. അതായത് ബേസിക് ആയിട്ടുള്ള അറിവെങ്കിലും ഉള്ളവർ ഇത് തെറ്റിക്കില്ല. ആ അറിവുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുകയാണ്. ഓക്കെ, അപ്പൊ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം എന്ന് പറഞ്ഞാൽ A/B ആണ്. അത് അക്കലുള്ള ഉത്തരം, അത് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ടാൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ A/B ആണ്. ഇതോടെ എയുടെ ആൻസർ കഴിഞ്ഞു. അത് എത്രാമതായിട്ടാണ് ഈ ആൻസർ കിടക്കുന്നത്? അത് ആ ബ്രാക്കറ്റിലെ 3rd ഓപ്ഷൻ ആണ് A/B എന്ന് കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ബിയിലേക്ക് പോകാം. എന്താണ് ബിയിൽ കണ്ടുപിടിക്കാനുള്ളത്? ഇതുപോലെ, അതായത് ഇപ്പൊ ടാൻ എക്സ് കണ്ടുപിടിച്ചതുപോലെ സൈൻ എക്സ് ഡിഗ്രിയും കോസ് എക്സ് ഡിഗ്രിയും കണ്ടുപിടിക്കാനാണ്. നമുക്ക് കണ്ടുപിടിക്കാം. അത് വളരെ ഈസിയാണ്. സൈൻ എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു, അപ്പൊ എക്സ് വെച്ച് നോക്കുമ്പോൾ സൈൻ ആരാണ്? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? A ആണ്. ഹൈപ്പോട്ടന്യൂസ് ആരാണ്? C ആണ് കേട്ടോ. എതിർവശം ബൈ കർണം. അപ്പൊ എക്സ് സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണമാണ് കേട്ടോ. അപ്പൊ എക്സിന്റെ എതിർവശം A ആണ്, കർണം ആരാണ്? C ആണ്. ഉത്തരം A/C ആണ്. അപ്പൊ സൈൻ എക്സ് ഡിഗ്രി കിട്ടി. ഇതുപോലെ കോസ് എക്സ് ഡിഗ്രി കണ്ടുപിടിക്കാം. ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് എക്സ് നോക്കൂ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണമാണ്. ഇതിന്റെ സമീപവശം ഏതാണ്? എക്സിന്റെ സമീപവശം B ആണ്, അതിന്റെ കർണം C ആണ്. അപ്പൊ B/C ആണ്. ഓക്കെ, ഇത്ര എഴുതിയാൽ ബിയുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് സിയിലേക്ക് പോകാം. C
സിയിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? പ്രൂവ് ചെയ്യാനുള്ളതാണ്. അതായത് സൈൻ എക്സ് ഡിഗ്രി ബൈ കോസ് എക്സ് ഡിഗ്രി. ഓക്കെ, ഇത് ചെയ്താൽ ഉത്തരം ടാൻ എക്സ് ഡിഗ്രി കിട്ടും എന്ന് തെളിയിക്കണം. ഓക്കെ, സൈൻ എക്സ് ഡിഗ്രി ബൈ കോസ് എക്സ് ഡിഗ്രി ഈസിക്വൽ ടു ടാൻ എക്സ് ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഈസിക്വൽ ടു നമ്മൾ എഴുതാൻ പാടില്ല. ഇതിപ്പോ ചെയ്ത് കണ്ടുപിടിച്ച് ഉത്തരം അത് കിട്ടി കൊടുക്കണം. ഓക്കെ, നമുക്ക് എഴുതാം. ഈ സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എ ബൈ സി ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഡിവൈഡ് വന്നിരിക്കുന്നില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്നത് കുഴപ്പമില്ല. കാരണം ഇവിടെ സൈൻ എക്സ് അംശം തന്നെ ഒരു ഫ്രാക്ഷൻ ആണ്, അതിനകത്ത് അംശമോട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ബൈ നടുക്ക് വരുന്ന ബൈ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡിവൈഡിന്റെ ചിഹ്നോട്ട് എഴുതുന്നതിൽ തെറ്റില്ല. അതുപോലെ കോസ് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ബി ബൈ സി കണ്ടോ, അതും ഒരു ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതാവും കുറച്ചുകൂടി നല്ലത്. മറ്റേ രീതിയിൽ എഴുതാം എ ബൈ സി ബൈ ബി ബൈ സി എന്ന് എഴുതിയിട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഒരു തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് തെറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഈസിക്വൽ ടു ഒന്ന് ആലോചിച്ച് നോക്കൂ, എ ബൈ സി ഡിവൈഡ് ബി ബൈ സി. ഓക്കെ, ഹരിക്കുന്നതിന്റെ നിയമം എന്താണ്? ഹരിക്കുന്നതിന്റെ നിയമം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കലാണ്. അപ്പൊ എ ബൈ സി ഇത് അങ്ങനെ തന്നെ എഴുതണം. ആരെയാണ് തിരിച്ചിടേണ്ടത്? ഈ ഹരണചിഹ്നം കഴിഞ്ഞ് വരുന്നവരെ മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ഗുണനമാകും. എന്നിട്ട് ഇത് തിരിച്ചിടുമ്പോൾ സി ബൈ ബി എന്നാണ്. എഴുതിയത് മനസ്സിലായോ? ഹരിക്കുന്നതിന്റെ നിയമം അവിടെയാണ് ഇങ്ങനെ എഴുതാൻ എളുപ്പം എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. അപ്പൊ ആരാണ് മുകളിൽ കൊണ്ട് ആരാണ് താഴെ കൊണ്ട് എന്നൊക്കെ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ സിയും സിയും ഉണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെയുമാണ്. മുകളിലും താഴെയുള്ള സി ഒരുപോലെ പറ്റില്ല. ഉത്തരം എന്ത് കിട്ടി? എ ബൈ ബി എന്ന് കിട്ടി. കണ്ടോ, സമം എ മുകളിൽ എ ഉണ്ട്, താഴെ ബി ഉണ്ട്. ഈ എ ബൈ ബി എന്ന് പറയുന്നത് ആരാണ്? ടാൻ എക്സ് അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്തു. ഇപ്പൊ കിട്ടിയ ഉത്തരം ടാൻ എക്സ് ഡിഗ്രിയാണ്. അപ്പം സൈൻ എക്സ് ഡിഗ്രി ബൈ കോസ് എക്സ് ഡിഗ്രി സമം ടാൻ എക്സ് ഡിഗ്രി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയുള്ള എന്റെ ആൻസർ മനസ്സിലായാലും എല്ലാവർക്കും എഴുതിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. ഇത് 2019 മാർച്ച് SSLC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതേ മോഡൽ പ്രശ്നം തന്നെയാണ്. ചിത്രത്തിൽ കോൺ ബി സമം 90 ഡിഗ്രി, കോൺ സി സമം 44 ഡിഗ്രി. എ, കോൺ എയുടെ അളവ് എന്താണ്? ബി, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ടാൻ 44 ഡിഗ്രി? എ ബി ബൈ ബി സി, എ ബി ബൈ എ സി, ബി സി ബൈ എ ബി, ബി സി ബൈ എ സി. സി, ടാൻ 44 ഡിഗ്രി ഗുണം ടാൻ 46 ഡിഗ്രി സമം 1 എന്ന് തെളിയിക്കുക. ഓക്കെ, ഇതാണ് ചോദ്യം. ചോദ്യം എഴുതാൻ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. In the figure, angle B is equal to 90 degree, angle C is equal to 44 degree. A, what is the measure of angle A? B, what among the following is tan 44 degree? നാല് ഓപ്ഷൻ ഉണ്ട്. എ ബി ബൈ ബി സി, എ ബി ബൈ എ സി, ബി സി ബൈ എ ബി, ബി സി ബൈ എ സി. Prove that tan 44 degree into tan 46 degree is equal to 1. ഓക്കെ, ചോദ്യം എഴുതാൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ചോദ്യത്തിലെ പടം. നോക്കൂ, ഒരു മട്ടത്രികോണം എ ബി സി തന്നിരിക്കുന്നു. കോൺ ബി ആണ് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺ സി 44 ഡിഗ്രി. ഈ രണ്ട് അളവുകൾ മാത്രമാണ് ആകെ തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആദ്യം പറഞ്ഞിരിക്കുകയാണ് കോൺ എ എന്താണ്. ഒരു മട്ടത്രികോണത്തിൽ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ബാക്കി രണ്ട് ന്യൂനകോണുകൾ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടും. അവിടെ ഇത് 44 ആണെങ്കിൽ ഇതിന്റെ ഉത്തരം കിട്ടാൻ 90-ൽ നിന്ന് ഈ 44 കുറച്ചാൽ മതി. അത് നമുക്ക് അറിയാവുന്ന കാര്യം, നമുക്ക് വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് എ ചെയ്യാം. എ എന്ന് പറയുമ്പോഴത്തേക്ക് ആംഗിൾ എ ആണല്ലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതാം. കോൺ സി സമം 44 ഡിഗ്രി. ആംഗിൾ സി is equal to 44 ഡിഗ്രി. അതുകൂടാതെ ആംഗിൾ ബി is equal to 90 ഡിഗ്രി. അതും തന്നിരിക്കുന്നതാണ്. Therefore, angle A is equal to, ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. കിട്ടാൻ 90-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഈ 44 കുറച്ചാൽ മതി. അല്ലെങ്കിൽ 180-ൽ നിന്ന് ഈ 44 90 കൂടെ കൂട്ടിയിട്ട് അത് കുറച്ചാൽ മതി. അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. അതായത് ഒരു റൈറ്റ് ആംഗിൾ ആണെങ്കിൽ രണ്ട് അക്യൂട്ട് ആംഗിൾ ആണല്ലോ. ആ രണ്ട് അക്യൂട്ട് ആംഗിളും കൂടെ കൂടുമ്പോൾ 90 കിട്ടും. അപ്പൊ 90-ൽ നിന്ന് ഇത് മാത്രം മൈനസ് ചെയ്താലും മതി. ഓക്കെ, 90-ൽ നിന്ന് 44 കുറയ്ക്കുമ്പോൾ എന്ത് ഉത്തരം കിട്ടും? 46 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മുടെ എയുടെ ആൻസർ പൂർത്തിയായി. ആംഗിൾ എ കണ്ടുപിടിക്കാനായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ബിയിൽ കണ്ടുപിടിക്കാനുള്ളത്? ബിയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാനാണ്. ടാൻ 44 ഡിഗ്രി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാൻ 44 ഡിഗ്രി. ഓക്കെ, ഇവിടെ നോക്കൂ, സൈൻ കോസ് ടാൻ. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ആണല്ലോ. 44-ന്റെ അല്ലേ? അപ്പൊ 44-ന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? എ ബി ആണ്. ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ആരാണ്? ബി സി ആണ്. എ സി എന്താണ്? എ സി കർണമാണ്. ഈ കർണം എന്ന് പറയുന്ന സാധനം, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന സാധനം അഡ്ജസ്റ്റന്റും ആവില്ല, ഓപ്പോസിറ്റും ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ ഇത് അഡ്ജസ്റ്റന്റ് എഴുതുന്ന കുട്ടികളുണ്ടാകും. 44 അഡ്ജസ്റ്റന്റ് അടുത്തല്ലേ കിടക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. ഹൈപ്പോട്ടന്യൂസ് എന്നും ഹൈപ്പോട്ടന്യൂസ് തന്നെ. ഇതിന്റെ അഡ്ജസ്റ്റന്റ് ഇതല്ല 44, പിന്നെ ഏതാണ്? ബി സി ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി, അഡ്ജസ്റ്റന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് മുകളിൽ എഴുതണം, അഡ്ജസ്റ്റന്റ് സൈഡ് താഴെ എഴുതണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എ ബി മുകളിലും ബി സി താഴെ. അപ്പൊ എ ബി ബൈ ബി സി ആണ് ആൻസർ. ഇത് അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ്. അതാണ് ശരി.
ഓക്കെ, ഇപ്പൊ ബിയുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സിയിലേക്ക് പോകാം. കണ്ടോ, SLC പരീക്ഷകൾ ചോദിച്ചിരിക്കും. ഇനി അടുത്ത കാലത്ത് ഈ 2019 ചോദിച്ച ചോദ്യമാണ്. അതുപോലെ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഒരല്പമെങ്കിലും ഇതിന്റെ അടിസ്ഥാനപരമായ അറിവുള്ളവർക്ക് ഇത് കൃത്യമായി ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് സിയിലേക്ക് പോകാം. സിയിൽ ഒരു കാര്യം പ്രൂവ് ചെയ്യാനാണ്. അതായത് tan 44 ഡിഗ്രിയും tan 46 ഡിഗ്രി, അതാണ് 46 ഈ കോണല്ലേ, അത് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കോൺ എ സമം 46 ഡിഗ്രി എന്ന്. അപ്പൊ ഇതിന്റെ ടാനും കൂടി ഇൻഡു ചെയ്യുമ്പോൾ 1 കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. tan 44 ഡിഗ്രി ഇൻഡു tan 46 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഇതിൽ tan 44ന്റെ വില നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി tan 46ന്റെ വില കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. tan 46 ഈസ് ഈക്വൽ ടു എന്താണ് tan 46 എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ 46 വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? BC ആണ്. അതിന്റെ അഡ്ജസന്റ് സൈഡ് ആര് വരും? ABU ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഓരോ ആംഗിൾ അനുസരിച്ച് അഡ്ജസന്റും ഓപ്പോസിറ്റും മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, tan 44ന്റെ അഡ്ജസന്റ് വന്നത് അല്ലെ ഓപ്പോസിറ്റ് വന്നത് ഇവിടെ അഡ്ജസന്റ് ആയി. കണ്ടോ, തിരിച്ചു മറിച്ചുമാണ് വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചു വേണം. നമ്മൾ tan 46ന്റെ വിലയും എടുത്തെഴുതി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യും. ഇപ്പൊ 2 വിലയായല്ലോ. പ്രൂവ് ചെയ്യാനുള്ളത് tan 44 ഡിഗ്രി ഇൻറ്റു tan 46 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ, അത് എഴുതണ്ട. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1 കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ tan 44 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? AB ബൈ ഇവിടെ തന്നെ എഴുതാം. AB ബൈ BC ആണ്. ഇൻറ്റു ഇൻറ്റു tan 46 ഡിഗ്രി നമ്മളിപ്പോ കണ്ടുപിടിച്ചു. BC ബൈ AB ആണ്. BC ബൈ AB ആണ്. ഓക്കെ, നമുക്കിത് മുകളിലെ താഴെ ഒരുപോലുള്ളത് വെട്ടിക്കളയാം. AB വെട്ടിപ്പോയി. അപ്പൊ 1 എഴുതുക. ABക്കകത്ത് AB ഒരു പ്രാവശ്യം, അതുപോലെ ഈ ABയിലും ഒരു പ്രാവശ്യം. BC വെട്ടിപ്പോയില്ലേ? അപ്പൊ BCക്കകത്ത് BC ഒരു പ്രാവശ്യം, ഈ BCയിലും BC ഒരു പ്രാവശ്യം. അപ്പൊ ഉത്തരം എന്ത് വന്നു? 1 × 1 1, താഴെയും 1 × 1 1/1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പം ആൻസർ പ്രൂവ് ആയി. മനസ്സിലായോ? അപ്പൊ tan 44 ഡിഗ്രി ഇൻറ്റു tan 46 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ചെയ്ത് മനസ്സിലായാലും എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം വായിക്കാം. ഇത് 2019 മോഡൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഒരേ ഉയരമുള്ള 2 കെട്ടിടങ്ങൾക്കിടയിൽ ഒരു കുട്ടി നിൽക്കുന്നു. കെട്ടിടങ്ങളും കുട്ടിയും ഒരേ വരയിലാവുന്ന തരത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നും കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങൾ അവൻ 45 ഡിഗ്രി 30 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് അവൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും 20 മീറ്റർ അകലമുണ്ട്. ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. അതാണ് A. B. കെട്ടിടങ്ങളുടെ ഉയരവും കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലവും കണക്കാക്കുക. ഓക്കെ, ചോദ്യം എഴുതാൻ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. A boy standing between 2 buildings of equal height. The boy and the building are in a straight line. He sees the tops of those buildings at elevations of 45 degree and 30 degree. The nearest building is 20 meters away from him. A. Draw a rough figure. B. Find the height of the buildings and the distance between the buildings. Okay, ചോദ്യം എഴുതാൻ നമുക്ക് ചെയ്യാം. ഇത് ഇതുവരെ നമ്മൾ ചെയ്യാത്ത മോഡൽ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ആദ്യം ചോദ്യത്തിലെ ഡേറ്റ വെച്ചുകൊണ്ട് ഒരു പടം വരയ്ക്കാൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ബിൽഡിംഗ്. ആ 2 ബിൽഡിങ്ങിന്റെ ഇടയിലായിട്ട് ആ കുട്ടി നിൽക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുട്ടിയുടെ ഉയരം തന്നിട്ടില്ല. കുട്ടിയുടെ ഉയരം തന്നിട്ടില്ലെങ്കിൽ അവനൊരു പോയിന്റ് ആയിട്ട് തന്നെ അങ്ങ് സങ്കല്പിച്ചാൽ മതി കേട്ടോ. ആ 2 കെട്ടിടങ്ങൾക്ക് സെയിം ഹൈറ്റ് ആണെന്ന് പറയുന്നത്. ഒരേ ഉയരമുള്ള 2 കെട്ടിടം, അതുകൊണ്ട് നമ്മൾ ഒരേ ഉയരത്തിൽ വരച്ചു. ഓക്കെ, എന്നിട്ട് കുട്ടി ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. കുട്ടി നിൽക്കുന്നത് ഒത്ത നടുക്കല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിൽ കുട്ടി അവിടെ നിന്ന് 2 കെട്ടിടങ്ങളുടെയും ടോപ്പിലേക്ക് നോക്കുകയാണ്. ഒരു കെട്ടിടത്തിന്റെ ടോപ്പ് 30 ഡിഗ്രി മേൽക്കോണിലും മറ്റൊരു കെട്ടിടത്തിന്റെ 45 ഡിഗ്രി മേൽക്കോണിലുമാണ് കാണുന്നത്. കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം അവനത് ഈക്വൽ ഡിസ്റ്റൻസിലല്ല, ഒരെണ്ണത്തിനോട് അടുത്തും ഒരെണ്ണത്തിനോട് അകന്നുമാണ് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെയാണ് കുട്ടി നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കുന്ന മേൽക്കോണാണ് ഇത്. അടുത്ത അവൻ അവിടെ നിന്നോട് തന്നെ അടുത്ത കെട്ടിടത്തിന്റെ മേൽക്കോണിലേക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, മുകളിലേക്ക് നോക്കുന്നുണ്ട്. അതാണ് ആ കെട്ടിടത്തിലേക്കുള്ള മേൽക്കോൺ. മനസ്സിലായോ? ഇതിനെ നമുക്ക് 45 ഡിഗ്രി എന്നും ഇതിനെ നമുക്ക് 30 ഡിഗ്രി എന്നും കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇത് 30 ആയിട്ട് അത് 45 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് 45 ഡിഗ്രി, ഒന്ന് 30 ഡിഗ്രി വരച്ച്. മനസ്സിലായാലും കുട്ടിയുടെ ഉയരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വരയ്ക്കുന്നത് മാറിയേനെ. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുട്ടിയുടെ ഉയരം വന്നിട്ട് അവന്റെ സ്ട്രൈറ്റ് ലൈനൊക്കെ സ്ട്രൈറ്റ് വ്യൂ ഒക്കെ ആദ്യം വരയ്ക്കും, എന്നിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. കണ്ടോ? കുട്ടിയുടെ ഉയരം തന്നിരുന്നെങ്കിൽ ഇത് വരയ്ക്കുന്നത് ഇങ്ങനെ ആയേനെ. ഓക്കെ, ഇത് അവന്റെ ഇങ്ങോട്ടുള്ള സ്ട്രൈറ്റ് വ്യൂ. അപ്പൊ ഇതാണ് 45, ഇത് 30 ആയേനെ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് കെട്ടിടങ്ങളുടെ ഉയരം കണ്ടുപിടിക്കാൻ നേരത്ത് ആ കുട്ടിയുടെ ഉയരം കൂടി എന്ത് ചെയ്തേനെ
രണ്ട് കെട്ടിടം ഓരോ ഉയരമാണല്ലോ കുട്ടീനെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പടം മനസ്സിലായല്ലോ. കുട്ടിയുടെ ഉയരം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ. ഇത്രയും പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. കണ്ടോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അടുത്ത കെട്ടിടത്തിലേക്കുള്ള ദൂരം 20 മീറ്റർ ആണ്. ഓക്കെ, ഇതിൽ ഏതാണ് അടുത്ത കെട്ടിടം? 30 ഡിഗ്രി മെൽക്കോണി കാണുന്നതാണോ 45 ഡിഗ്രി മെൽക്കോണി കാണുന്നതാണോ? ഒന്ന് ആലോചിക്കുക. അതൊരു അല്പം കോമൺ സെൻസ് ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു ഈ ചോദ്യത്തിൽ ഒരു അല്പം ടഫായിട്ടുള്ള ഒരു സെക്ഷൻ ഇത് മാത്രമാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ കെട്ടിടത്തിന്റെ അടുത്തേക്ക് പോകുന്തോറുമാണ് മുകളിലോട്ട് നോക്കുന്നത് തല കൂടുതൽ ഉയർത്തേണ്ടി വരുന്നത്. ശരിയല്ലേ? ഒരു ദൂരത്ത് നിന്നാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഒരു തല അല്പം ഉയർത്തിയാൽ മതി, കെട്ടിടം കാണാൻ സാധിക്കും. ഇപ്പൊ കോൺ കുറവായിരിക്കും. നമ്മൾ കെട്ടിടത്തിന്റെ അടുത്തേക്ക് പോകുന്തോറും തല കൂടുതൽ ഉയർത്തേണ്ടി വരും കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കാണാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കെട്ടിടത്തിന്റെ അടുത്തേക്ക് പോകുന്തോറും കോണിന്റെ അളവ് കൂടുമല്ലോ. അപ്പൊ ഇതിൽ ഏതാണ് കൂടിയ കോണളവ്? 30 ഡിഗ്രിയാണോ 45 ഡിഗ്രിയാണോ? അപ്പൊ 45 ഡിഗ്രിയാണ് കൂടിയ അളവ്. അപ്പം അവൻ ഈ കെട്ടിടത്തോടായിരിക്കും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ ദൂരമേ 20 മീറ്റർ എന്ന് എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? അത് 30 ഡിഗ്രി ഡിഫറൻസ് എഴുതിയാൽ അവിടെ നിന്നോട്ട് ആൻസർ അതങ്ങ് തെറ്റും. കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മളൊരു കെട്ടിടത്തിന്റെ അടുത്തേക്ക് പോകുന്തോറും നമ്മൾ മുകളിലോട്ട് നോക്കുന്ന കോണളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കണം. അവൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഉയരത്തിൽ നോക്കേണ്ടി വന്നേനെ. കണ്ടോ? കുറച്ചുകൂടെ അടുത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കോണളവ് എന്ത് ചെയ്തേനെ? കൂടിയേനെ. ഓക്കെ, അപ്പൊ അടുത്ത് നിൽക്കുന്ന കെട്ടിടത്തിലേക്കുള്ള ദൂരം 20 മീറ്റർ എന്ന് പറയുമ്പോൾ അപ്പൊ അടുത്ത് നിൽക്കുന്ന ഈ 45 ഡിഗ്രി ആണ്, അത് 20 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് പേരൊക്കെ കൊടുക്കാം. എ, ബി, സി, ഡി, ഇ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് എയുടെ ഉത്തരമാണ് കേട്ടോ. ഇത് ആക്ച്വലി സൈഡിൽ വരക്കേണ്ടതല്ല. ഇവിടെ ഇപ്പുറത്തോട്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ നേരത്ത് മാർജിനിൽ വരയ്ക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പേപ്പറിന്റെ ഒത്ത നടുക്ക് തന്നെ വരച്ചു വയ്ക്കണം, എ എന്ന് ഉത്തരം എഴുതിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബിയിലേക്ക് പോകാം. ബിയിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. പിന്നെ ഈ രണ്ട് ബിൽഡിംഗും തമ്മിലുള്ള അകലവും കണ്ടുപിടിക്കണം. ഓക്കെ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എ ബിയോ ഡിഇയോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം രണ്ടും ഈക്വൽ ഹൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, എ ബി അല്ലെങ്കിൽ ഡിഇ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? ഈ ബിൽഡിംഗ് തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ ഏതാണ്? ബി ഡി അല്ലേ? കണ്ട, രണ്ട് ബിൽഡിംഗ് തമ്മിലുള്ള അകലം ബി ഡി ആണ്. ആ ബി ഡി കിട്ടാൻ ബി മുതൽ സി വരെ ഉള്ള ദൂരം ബി സിയും കണ്ടുപിടിക്കണം, സി ഡിയും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, ഈ രണ്ട് ബിൽഡിംഗ് തമ്മിലുള്ള അകലം കിട്ടും. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഇവിടെ രണ്ട് മട്ടത്രികോണം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു മട്ടത്രികോണമാണ്, ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണം എ ബി സി, മട്ടത്രികോണം സി ഡി ഇ. ഈ രണ്ട് മട്ടത്രികോണം വെച്ചപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ മട്ടത്രികോണം വെച്ചുകൊണ്ട് എ ബി കണ്ടുപിടിക്കണം, അതായിരിക്കും കെട്ടിടത്തിന്റെ ഉയരം. അപ്പുറത്തെ മട്ടത്രികോണം വെച്ചുകൊണ്ട് സി ഡി മാത്രം കണ്ടുപിടിച്ചാൽ ഡി ഇ കണ്ടുപിടിക്കണ്ടല്ലോ. എ ബി കണ്ടുപിടിച്ചത് കൊണ്ട് ഡി ഇ വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ മട്ടത്രികോണമായിട്ട് എടുത്ത് ചെയ്യാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ആദ്യം ഈ മട്ടത്രികോണം എടുക്കുകയാണ്, എ ബി സി. തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതുക. കോൺ സി സമം 45 ഡിഗ്രി, ബി സി സമം 20 മീറ്റർ. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയാം. നമ്മളിവിടെ കെട്ടിടത്തിന്റെ ഉയരം എ ബി അല്ലെങ്കിൽ ഡി ഇ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞില്ലേ? സത്യത്തിൽ എ ബി കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ മട്ടത്രികോണത്തിലല്ലേ ഒരു ന്യൂനകോണും ഒരു വശവും തന്നിട്ടുള്ളൂ. എന്നാലേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ മട്ടത്രികോണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂനകോൺ മാത്രമേ ഉള്ളൂ, ഒരു വശവും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഡി ഇ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവിടെ സി ഡി കണ്ടുപിടിക്കുന്നത്? സി ഡി കണ്ടുപിടിക്കാനും ഒരു ന്യൂനകോൺ ഒരു വശവും വേണമല്ലോ. അപ്പൊ ഇപ്പുറത്തെ ത്രികോണത്തിൽ എ ബി കണ്ടുപിടിച്ചതിന് ശേഷം ആ വില തന്നെ അവിടെ ഡി ഇയിൽ ഇട്ട് കൊടുക്കണം. കണ്ടോ? അപ്പൊ ഒരു ന്യൂനകോണും ഒരു വശവുമായല്ലോ. അങ്ങനെയാണ് സി ഡി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എ ബി ഡി ഇ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം എന്ന് പറയാൻ പറ്റില്ല, എ ബി തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. മനസ്സിലായല്ലോ പറഞ്ഞത്? ആംഗിൾ സി = 45 ഡിഗ്രി, ബി സി = 20 മീറ്റർ. ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കാം. ഈ 45ന്റെ ആരാണ് എ ബി? എതിർവശം അല്ലേ? കണ്ടോ? തന്നിട്ടുള്ളതോ സമീപവശം. അപ്പൊ ടാൻ അല്ലേ? ടാൻ 45 ഇത് കണ്ടുപിടിക്കുന്നതാണ് മെയിൻ. അത് പുറത്ത് വേണം കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുള്ള അളവ് അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് വരുന്നത് ഏതാണ്? ടാൻ ആണ്. ഓക്കെ, ടാൻ 45 അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? എ ബി. അഡ്ജസ്റ്റന്റ് സൈഡ് ബി സി ആണ്. വിലയിട്ട് കൊടുക്കുക. എ ബി നമുക്ക് എ ബി തന്നെ എഴുതാം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബി സി 20 ആണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ എ ബി സമം കണ്ടുപിടിക്കേണ്ടതാണല്ലോ ആദ്യം എഴുതുന്നത്. എ ബി സി ടാൻ 45 × 20. ഓക്കെ, ഇത് 20 തന്നെ വരും. ടാൻ 45ന്റെ വില നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ചോദ്യത്തിൽ ടാന്റെയോ കോസിന്റെയോ സൈൻ അങ്ങനെയുള്ള വിലകളൊന്നും തന്നിട്ടില്ല. സാധാരണ ഇത്തരം ചോദ്യങ്ങൾ ബ്രാക്കറ്റഡ് വിലകൾ തരുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിൽ വില തരാത്തത്? ഇതിന്റെ അകത്തുള്ള അളവുകളെല്ലാം 30, 45 അല്ലേ? 30, 45, 60 ഒക്കെ ആണെങ്കിൽ നമുക്ക് ത്രികോണം വെച്ച് വരച്ച് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് അവർ വിലകൾ തരാതിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 45 ആണ്. അപ്പൊ ഇതും 45, ഇതും 45.
45ന്റെ റേഷ്യോ എങ്ങനെയാണ് 1:1:√2 കണ്ടോ? അതായത് 45 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈസിയാണ്. ഇത് 45 ആണെങ്കിൽ ഇവിടെയും 45 ആണ്. അപ്പൊ ഈ 45ന്റെ ഓപ്പോസിറ്റ് 20 ആയത് കാരണം ഈ 45ന്റെ ഓപ്പോസിറ്റ് ഇതും എന്ത് തന്നെയായിരിക്കും? 20 തന്നെ ആയിരിക്കും. നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 20 എന്നാണ്. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാമായിരുന്നു, ഇങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് റേഷ്യോ നോക്കാം. 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഇതിൽ ഏത് 45 വേണമെങ്കിലും എടുക്കാം. എങ്ങനെ ഏതെടുത്താലും ഒരേ ഉത്തരം തന്നെ ലഭിക്കും. അപ്പൊ 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് 1, അഡ്ജസ്റ്റന്റ് സൈഡ് 1 സമം 1 എന്ന് വരില്ലേ? സമം ടാൻ 45ന്റെ വില 1 ആണ്. ഇൻറ്റു 20 സമം 20 മീറ്റർ എന്ന് കിട്ടി. ഇതാണ് എ ബി. എ ബി എന്ന് പറയുമ്പോൾ കെട്ടിടത്തിന്റെ ഉയരം അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്സ്, കെട്ടിടങ്ങളുടെ ഉയരം. രണ്ട് കെട്ടിടത്തിന്റെ ഇതേ ഉയരം തന്നെയാണ്. കെട്ടിടങ്ങളുടെ ഉയരം സമം 20 മീറ്റർ ആണ്. അപ്പൊ ഒരു ആൻസർ നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഇവർ രണ്ടും തമ്മിലുള്ള അകലവും കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഈ മട്ടത്രികോണത്തിൽ ബി സി തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അപ്പുറത്ത് സി ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സി ഡി കൂടെ കണ്ടുപിടിച്ചാൽ ഈ ബി സിയുടെ കൂടെ അതോടെ കൂട്ടുമ്പോൾ ഈ രണ്ട് കെട്ടിടം തമ്മിലുള്ള അകലം കിട്ടും. അപ്പൊ നമുക്ക് ഇനി അടുത്ത മട്ടത്രികോണത്തിലേക്ക് പോവാം. ഇതെല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത മട്ടത്രികോണം ഏതാണ്? ഇൻ റൈറ്റ് ട്രയാങ്കിൾ CDE. മട്ടത്രികോണം CDE ഏതെല്ലാം അളവുകൾ തന്നിട്ടുണ്ട്? കോൺ C സമം 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, കണ്ടോ? അതുകൂടാതെ DE നമുക്കിപ്പോ എഴുതാം. DE എന്ന് പറയുന്നത് AB തന്നെയാണ്, കണ്ടോ? AB സമം കിട്ടിയത് 20 മീറ്റർ എന്നല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ DEക്ക് 20 മീറ്റർ കിട്ടുകൊടുക്കാം. മനസ്സിലായല്ലോ? ABയും DEയും തുല്യമാണ്. അതുകൊണ്ട് ഈക്വൽ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണ് ചോദ്യം തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതും 20 മീറ്റർ ആണ്. അങ്ങനെ ഒരു ന്യൂനകോണം ഒരു അളവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ആയി. ഇത് നമുക്ക് ചെയ്യാം. CD കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 30ന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിരിക്കുന്നു, അഡ്ജസന്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ടാൻ തന്നെയല്ലേ? നമ്മുടെ ഓപ്പോസിറ്റ് അഡ്ജസന്റ്. ഓക്കെ, അപ്പൊ ടാൻ 30 ഈസ് ഈക്വൽ ടു എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ DE ആണ്, ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ആണ് CD. തിരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. CD മുകളിൽ DE താഴെ ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ ആൻസർ തെറ്റി. ഇത് എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാം എന്ന് ആരും വിചാരിക്കരുത്. ഓക്കെ, സമം DEയുടെ വില 20 ആണ് അല്ലേ? CD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഏത് ആദ്യം ചെയ്യും? 20 കൊണ്ട് എഴുതേണ്ട. ടാൻ 30 into CD ആദ്യം നമുക്ക് ഗുണിച്ചെഴുതാം. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CD അല്ലേ? അപ്പൊ ടാൻ 30 into CD is equal to 20. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ CD മാത്രം ഇവിടെ ഇട്ടിട്ട് ടാൻ 30 അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പൊ 20 ടാൻ 30 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ടാൻ 30ന്റെ വില കണ്ടുപിടിക്കാം. അടുത്ത ത്രികോണം വരയ്ക്കുക. ഇതിന്റെ വില തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ത്രികോണം വരച്ച് തന്നെ കണ്ടുപിടിക്കണം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് 1, 60ന്റെ ഓപ്പോസിറ്റ് √3, 90ന്റെ ഓപ്പോസിറ്റ് 2. ഇങ്ങനെയാണല്ലോ 1:√3:2. ഇനി ടാൻ 30. ടാൻ 30 എന്ന് പറയുമ്പോൾ എതിർവശം ബൈ സമീപവശം, കണ്ടോ? എതിർവശം 1 ആണ്, ബൈ സമീപവശം √3 ആണ്. ഉത്തരം എങ്ങനെ എഴുതാം? 20. ഈ ഡിവൈഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, കണ്ടോ? അതായത് ടാൻ 30 ഒരു ഫ്രാക്ഷൻ ആണല്ലോ. അങ്ങനെ വരാൻ നേരത്ത് ഇങ്ങനെ ഈ ഡിവൈഡിന്റെ ഈ ചിഹ്നം ഇട്ടാൽ മതി, ഈ ബൈക്ക് പകരം. ഓക്കെ, അപ്പൊ 1/√3 എന്ന് വരും. അടുത്ത സ്റ്റെപ്പില് 20 ഹരിക്കുന്നതിന്റെ നിയമം, ഡിവിഷന്റെ നിയമം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കലാണ്. അതായത് റെസിപ്രോക്കൽ കൊണ്ട് ഇൻഡു ചെയ്യലാണ്. ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വിൽക്രമം. അപ്പൊ ഈ √3 മുകളിൽ വരും, 1 താഴേക്ക് വരും. ഓക്കെ, 1 താഴെ വന്നാൽ അതിന് വിലയില്ല. അപ്പൊ 20നെ √3 കൊണ്ട് ഗുണിക്കുന്നതാണ് ഇതിന്റെ ഉത്തരം. സമുത്തരം എന്ത് വരും? 20 into 1.73 is equal to, ഇത് ഗുണിക്കുക. 173നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സ്ഥാനം മാറ്റി കൊടുത്തിടുക. 173 346 എന്ന് കിട്ടും ഗുണിക്കുമ്പോ. ഓക്കെ, 346 പിന്നെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സ്ഥാനം മാറ്റി കൊടുത്തിടുമ്പോൾ 34 പോയിന്റ് ഉണ്ടാവും. പോയിന്റ് ഇവിടെ വരുന്നത്. അപ്പൊ 34.60 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് CD. ഇത്ര എഴുതിയെടുക്കുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിങ്സ് അല്ലേ? ഇപ്പൊ എഴുതാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the two buildings. രണ്ട് കെട്ടിടങ്ങളും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? BCയും CDയും കൂടെ കൂട്ടിയാൽ മതി. BC പ്ലസ് CD. BC 20 ആണ് ചോദ്യത്തിൽ തന്നിരുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. BC 20 തന്നിരുന്നു.
CD നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 34.60. ഇതിപ്പോ 34 ഇതിനോട് കൂടുമ്പോൾ 54 എന്ന് കിട്ടും. ഈ 0.60 അങ്ങനെ കിട്ടാൻ മതി. 0 ഇടണമെന്നില്ല, 54.6 എഴുതിയാലും മതി. അപ്പൊ 54.6 മീറ്റർ ആണ് ഈ രണ്ട് കെട്ടിടങ്ങളും തമ്മിലുള്ള അകലം. ഓക്കെ, ചെയ്ത് മനസ്സിലായാലും എല്ലാവരും എഴുതിയെടുക്കാം. ഇന്നത്തെ വീഡിയോയുടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ചെയ്തുള്ള കണക്കുകളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കണക്കുകളും കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റുകളായി രേഖപ്പെടുത്താം. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.